ഞാനിന്നിങ്ങനെ നിൽക്കുന്നത് ഈ ഒരൊറ്റ ഇതിലൂടെ ഈ രാഷ്ട്രീയമെല്ലാം കൂടി ജീവിതമേ ഇല്ലെന്ന് പറഞ്ഞു. അതിനത്ര ഞാൻ ദേഷ്യം കാണിക്കുമായിരുന്നു. സത്യം പറയുന്നത് അമ്മവാദം വന്ന് 10 വർഷമായി. ഈ 10 വർഷം കൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുക. അപ്പൊ എല്ലാവരും പറഞ്ഞു ഈ കൈയൊന്നും കൈയൊക്കെ ഇങ്ങനെ കുഷ്ഠരോഗം പിടിച്ചതുപോലെ എൻ്റെ കൈ ഇരുന്നതാണ്. ഇപ്പൊ കണ്ട വിരലെല്ലാം നല്ല സൗന്ദര്യമാണ്. ഇപ്പൊ നിറമെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് കഴിച്ചപ്പോൾ ഇത് 3 കൊണ്ടത്തിൽ കഴിച്ചു. പിന്നെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു, കണ്ണെല്ലാം പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഈ 8 വർഷം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ കയറുമ്പോൾ അവർ ചെയ്യില്ല. എനിക്ക് ഈ ആമവാദം ഉള്ളതുകൊണ്ട് അവർക്ക് പേടിയാണ്. അവര് ഓരോന്നും ചെയ്ത് നോക്കിയിട്ട് പറയും പിന്നെ ചെയ്യാം പിന്നെ ചെയ്യും. അപ്പം പിന്നെ ഇത് ഒരെണ്ണം കഴിച്ചപ്പോൾ നല്ല കണ്ണിന് കാഴ്ച വരും. കണ്ണിന് കാഴ്ച കണ്ണിന്റെ മാറ്റം വന്നതുകൊണ്ട് അത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇപ്പം 1 മാസമായിട്ടേ ഉള്ളൂ. ആമവാദം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു ദേഷ്യമുണ്ട്. ഇതുപോലെ നിരങ്ങും ഞാൻ വീട്ടിൽ. എനിക്ക് തറയിലിരിക്കാൻ ഓടി വരുമ്പോൾ ഞാൻ 2 വട്ടം പറയും എന്നെ ഒന്ന് തറയിരിക്കുന്നു. തറയിരിക്കുമ്പോൾ നിരങ്ങി ഓരോ സ്ഥലത്തും നിരങ്ങളിൻ്റെ ആമ നിരങ്ങും പോലെ 2 കൈയും തറയിൽ ഊന്നാൻ പറ്റില്ല. ഈ കൈ കുറ്റരോഗം പിടിച്ചോണ്ടിരിക്കുന്നു. അതൊന്ന് ഞാൻ നിരങ്ങിയിട്ട് ഒരു ദിവസം എനിക്ക് ചോറ് വാരി തരുമ്പോൾ ആ ചോറ് മാറ്റി പാത്രം മാറ്റി ഒരു ഒറ്റ എറിവില്ല. പിന്നെ ഈ നിരകളെ കണ്ടപ്പോൾ ഷേണായി ഡോക്ടറെ എല്ലാവർക്കും അറിയാം. ഇവിടെ കണ്ണഞ്ചേരി തൊട്ടടുത്തുണ്ട്. ശനിയാഴ്ച ഇവിടെ ഉണ്ട്. ആരോ പറഞ്ഞിങ്ങനെ ഷേണായി ഡോക്ടറെ കാണിച്ചു നോക്കുന്നു. 4 പേര് കൂടി കസേരയിൽ 4 പേര് കൂടി കസേരയിരുത്തി പണ്ടി ചങ്ങനാശ്ശേരി കൊണ്ടുവന്നു. ഡോക്ടർ എന്നെ കണ്ടപ്പോൾ ഇവിടെ ഇങ്ങനെ കിടന്നുവരുന്നു. ഇത് അതുപോലെ ഇരിക്കണം. ഇത്ര വണ്ണം നീരുമില്ല, മറ്റു തലയെല്ലാം മുടിയെല്ലാം പോയി മുട്ടയെ കാഴ്ചതുപോലെ ഇരിക്കും. അപ്പൊ ഡോക്ടർ എടുത്തിട്ട് എവിടെ കിടന്നുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം എറണാകുളത്ത് കൊണ്ടുപോയി അവിടെ കുറേ പൈസ പോയി 10,000 രൂപ. അങ്ങനെ വളരെ കഷ്ടമായിട്ട് വിചാരിച്ചു ഇനി ഇതൊന്നും മരിച്ചേക്കാം. ഈ ബുദ്ധിമുട്ടൊന്നും ആർക്കും വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മരിക്കാനായിട്ട് എല്ലാം തുണിഞ്ഞിറങ്ങിയിരിക്കുമ്പോൾ എന്നെ ആരോ പെട്ടെന്ന് ശോഭനയെന്ന് ഒരു വിളിയും വിളിച്ചു. അപ്പൊ അവരൊരു നീ മരിക്കാൻ പോവുകയല്ലേ? അങ്ങനെ ഇല്ല, എനിക്ക് ഇനി ജീവിക്കണമെന്ന് ആശയില്ല. എന്തിനാ പുള്ളിയായിട്ട് ബുദ്ധിമുട്ടിക്കണത്? അതുകൊണ്ട് പിള്ളേരാരും നോക്കിയില്ല. എന്നത്തെ വീട്ടൊന്നും അത് എഴുതി പിള്ളേർ കരിമക്കളൊട്ടും നോക്കില്ല. 3 ആമക്കളാണ്. കരിമക്കൾ നോക്കിയില്ല. 5 ദിവസം കൊണ്ട് നിർത്തുമ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്. പുള്ളിയായിട്ട് ബുദ്ധിമുട്ടിക്കണേ കാട്ടി മരണമാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് പുള്ളി. അപ്പോഴാരോ വിളിച്ചില്ലേ ഞാൻ അപ്പോൾ വിളിച്ചത്. ഇപ്പൊ ഞാൻ നല്ല ഇപ്പൊ കണ്ടാൽ എനിക്ക് 70 വയസ്സായെന്ന് പറയില്ല, ഒരു 16 വയസ്സ് അതെ കുറച്ചിട്ടുണ്ട്. തലമുടി അത് എല്ലാം പൊട്ടി. ഈ കടല കണ്ട ഇപ്പൊ മാറിയത് ഇത്രയായിട്ട് മുഴയായിരുന്നു. ഈ ആമവാദം ഉള്ളതുകൊണ്ട് അവർ ഓപ്പറേഷൻ ചെയ്യില്ല. എന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റില്ല. ഇത്രയുണ്ട്. എന്നെ എല്ലാവരും എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇത്ര ഒരു മുഴയായിരുന്നു. ആ മുഴ ഇപ്പൊ ഇത്രയായിരുന്നു. അതാണ് ഏറ്റവും വലുത്. എനിക്ക് സന്തോഷമായത്. എന്ന് വെച്ചാൽ ഈ മുഴ ഇവിടെ വന്ന് തട്ടുമായിരുന്നു. എല്ലാവരും പറയും മുഴ എടുത്ത് ചെയ്യും ഇങ്ങനെ വയ്ക്കില്ല, അത് അവസാനം ക്യാൻസറിൽ കൊണ്ടുപോകും. ഞാൻ പറയും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിപ്പോ ഇത്രയായി കണ്ട ഈ ഒരു മുഴ. ഈ ഒരെണ്ണം കഴിച്ചപ്പോഴാണ് മാറിയത്. അതുകൊണ്ട് ഇനി ഒരെണ്ണം കൂടെ കഴിക്കണം. ഒരു 2 എണ്ണം കൂടെ കഴിച്ചാലേ ഇത്തിരി കൂടെ ഒരു 16 വയസ്സ് പറയും. എല്ലാവരും പറയുന്നുണ്ട്.